ഹലോ കൂട്ടുകാരെ, നമുക്കിന്ന് തായ്റെട്ട് ആപ്പിൾ കാണാം. കണ്ടോ, ഇതാണ് ചെടി. ഞാനിവിടെ നിലത്താണ് നട്ടേക്കുന്നത്. നല്ലപോലെ നനച്ചു കൊടുക്കും. ഇലയും കായും എല്ലാം നനയ്ക്കും. ഒരു കേടുമില്ല ഇലകൾക്ക് പോലും. കണ്ടോ, പടത്തിൽ കണ്ടേക്കുന്ന പോലെ തന്നെ ഉണ്ടായി. നിലത്ത് എന്നിട്ട് ഞങ്ങൾ ചാണകം, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക് ഇവയൊക്കെ കൊടുത്തു. ഇതാണ് വളം. കിച്ചൺ സ്ലറി ഞങ്ങൾ ആഴ്ച തോറും ഒഴിക്കുന്നു. പൂവിടുമ്പോൾ വെള്ളം ഞങ്ങൾ നല്ലപോലെ സ്പ്രേ ചെയ്യും. വേപ്പിൻ പിണ്ണാക്കില്ലേ, വെള്ളത്തിൽ കലക്കി ഒഴിച്ചു കൊടുത്താൽ മതി കുറച്ചേ. അപ്പോൾ മണം കൊണ്ട് പുഴുവൊന്നും വരാതിരുന്നോളും. ഇത് നല്ല ക്രിസ്പിയാണ്. പക്ഷെ ഞങ്ങൾ നോക്കിയിട്ട് എല്ലാവരും പറയുന്ന പോലെ മധുരമായില്ല. ഞങ്ങൾ നേരത്തെ പറിച്ചാന്ന് തോന്നുന്നു, പഴുക്കുന്നതിന് മുമ്പിലേ. പഴുക്കാതെ പറിച്ചതെന്ന് തോന്നുന്നു. ഇനിയും പഴുക്കാനുണ്ട്. അതുകൊണ്ട് ഒരെണ്ണം പറിച്ചുള്ളൂ. കവറിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ കിളികളും അണ്ണാനും ഒക്കെ കൊണ്ടുപോകാതെ നമുക്ക് നോക്കണ്ടേ. അതുകൊണ്ട് കിളികളും അണ്ണാനും കൊണ്ടുപോകാതെ കവറിട്ട് കൊടുക്കണം. നേരത്തെ പറിച്ചിട്ടാണ് മധുരം ഇല്ലാത്തതെന്ന് തോന്നുന്നു ഞങ്ങൾക്ക്. ഞങ്ങൾ ഒരെണ്ണം പറിച്ചു നോക്കിയേ. ഇതിപ്പോൾ നട്ടിട്ട് 6 മാസം കഴിഞ്ഞു. ഇപ്പോൾ കുരുവില്ലാത്തതാണ് ഇത്, സീഡ്ലെസ്സാണ്. നാടൻ ചാമ്പങ്ങയ്ക്കൊക്കെ നല്ല കുരുവുണ്ടല്ലോ, ഇതിന് കുരുവൊന്നുമില്ല. ഇതാണ് ചെടി. കണ്ടോ, പച്ച എന്നിട്ട് വയലറ്റ് കളറായി വരിക, ചുവപ്പ് കളറായി വരികയാണ്. കണ്ടോ, കാണാൻ നല്ല രസമല്ലേ. ഒരെണ്ണം എനിക്ക് തോന്നുന്നു ഒരു 100-150 ഗ്രാമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. കണ്ടോ, പടത്തിൽ കണ്ട പോലെ തന്നെ ഉണ്ടായിട്ടുണ്ട്. ചിലർ ഇതിന് ബാലിച്ചാമ്പ എന്ന് പറയുന്നു. ഇത് തന്നെയാണെന്ന് തോന്നുന്നു ബാലിച്ചാമ്പ എന്ന് പറയും. തായ്റെട്ട് ആപ്പിൾ എന്ന് പറയും. ഇത് ചാമ്പങ്ങ തന്നെയാണ്. ചിലർ ഇതിന് ആപ്പിൾ എന്ന് പറയും. നേഴ്സറിക്കാർ ഇതിന് പേരിട്ടേക്കുന്നത് തായ്റെട്ട് ആപ്പിൾ എന്ന്. അതുകൊണ്ടാണ് ഞാനും അങ്ങനെ പറഞ്ഞത്. കണ്ടോ, വേറെ പൂവും കായും ഒക്കെ ഉണ്ടായി വരുന്നുണ്ട്. കൊണ്ടുവന്നപ്പോൾ ഇത് ഇച്ചിരി ഇലയ്ക്കൊക്കെ പുഴുക്കേടുണ്ടായിരുന്നു. ഇപ്പോൾ അതെല്ലാം മാറി. ഉണ്ടോ, ഇപ്പം തഴച്ച് വളർന്ന്. ഇലയ്ക്കൊന്നും ഒരു കേടുമില്ല. നിൽക്കുന്ന കാണാൻ ഭംഗിയില്ലേ കൂട്ടുകാരെ. കണ്ടോ, ഇത് കാണാൻ നല്ല രസം. വേനലല്ലേ, നല്ലപോലെ നനച്ചു കൊടുക്കണം. ഇലയ്ക്കൊന്നും ഇപ്പോൾ ഒരു കേടുമില്ല. നിലത്ത് നട്ടപ്പോൾ നല്ലപോലെ വളർന്നു. ചാണകവും എല്ലുപൊടിയൊക്കെ വേപ്പും പിണ്ണാക്കും ഒക്കെ കൂട്ടിയ ഞങ്ങൾ നട്ടതേ. കിച്ചൺ സ്ലറി ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ആഴ്ച തോറും ഒഴിക്കും. ഇതിലൊക്കെ വെള്ളം സ്പ്രേ ചെയ്യും, പൂവിലൊക്കെ. ഞങ്ങളിവിടെ വേപ്പിൻ പിണ്ണാക്ക് വെള്ളത്തിൽ കലർത്തി കുറച്ച് ഒഴിച്ച് സ്പ്രേ ചെയ്ത് ഒക്കെ കൊടുത്തു, പുഴു വരാതിരിക്കാനേ. കണ്ടോ, ചില വീഡിയോ ഞാൻ നോക്കിയിട്ട് അതിലൊക്കെ നല്ല മധുരം പറയുന്നുണ്ട്. പക്ഷെ ഞങ്ങളുടെ അത്ര മധുരമായിട്ടില്ല. ഇനിയിപ്പോൾ നേരത്തെ പറിച്ചിട്ടാണോന്ന് അറിയത്തില്ല. കവറൊക്കെ ഇട്ട് കൊടുത്ത് വളർത്തണം. ഇതിപ്പോൾ 6 മാസം കഴിഞ്ഞ് ഞങ്ങൾ നട്ടിട്ടേ. 6 മാസം കഴിഞ്ഞ് ഇപ്പോൾ ഉണ്ടായി പഴുത്തു. പൂ ഉണ്ടായ പിന്നെ പെട്ടെന്ന് കായാവും. പിന്നെ നല്ല പെട്ടെന്ന് വളർച്ചയാവും. നല്ല ക്രിസ്പിയാണ് ഇതേ. കണ്ടോ, നല്ല ചുവപ്പ് കളർ വന്ന കണ്ടോ. അങ്ങനെയൊന്നും കേടൊന്നും ഇല്ല ഇതിന്. രുചി അറിയാൻ തിന്നാനുള്ള ധൃതിക്ക് ഒരെണ്ണം പറിച്ചു. അപ്പം മധുരം കുറവാണ്. ഇനി ഒരെണ്ണം ഉണ്ട്, അത് കുറേ ദിവസം കഴിഞ്ഞേ പറിക്കുന്നുള്ളൂ. അപ്പം നല്ല മധുരം കാണും. കണ്ടോ, നല്ല വലിപ്പമുണ്ട്. 100-150 ഗ്രാം കാണുമല്ലോ കൂട്ടുകാരെ. ഞങ്ങളിത് വലയിട്ട് വെച്ചേക്കുവാണ്. കണ്ടോ, എന്നിട്ടും കിളികൾ ഇടയ്ക്കൂടെ കൊത്തി.
ചുണ്ടിട്ടേ ഉണ്ടോ, ഇത്രയും വലിപ്പമുണ്ട്. ഇനി നമുക്കൊന്ന് മുറിച്ച് നോക്കിയാലോ. ഒരെണ്ണം എടുത്തുള്ളൂ കേട്ടോ. ഇതാണ് ഇതിൻ്റെ പൂ കാണാൻ നല്ല ഭംഗിയല്ലേ. എൻ്റെ ചെറുപ്പത്തിൽ ഇത് കൊണ്ട് ചുവപ്പ് പൂവുള്ള ഉണ്ടായിരുന്നേ. എന്നിട്ട് വെള്ള ചാമ്പങ്ങാപ്പഴം ഇത്രയും മുഴുത്തത് ഇതുപോലെ തന്നെ. അത് കഴിഞ്ഞ് ഇപ്പോഴാണ് ഞാൻ ഇത് ഇങ്ങനത്തെ റെഡ് കളറ് കാണുന്നത്. അത് വലിയ മരമാണ് കേട്ടോ. ഇതതിന് കായായിട്ട് വരുന്നു ഇതിൻ്റെ അകത്ത്. പൂ കാണാൻ ഭംഗിയില്ലേ. അന്ന് എൻ്റെ ചെറുപ്പത്തിൽ കാണുന്ന ചുവപ്പ് പൂവാണ്, വെള്ളച്ചാമ്പങ്ങ. ഇത് ചുവപ്പ് പൂവും ചുവപ്പ് കളറ് ചാമ്പങ്ങ കണ്ടോ, നല്ല രസമല്ലേ കാണാൻ. ഇപ്പോൾ മുറിച്ച് നോക്കാം. കണ്ടോ, കുരുവില്ല, സീഡ്ലെസ്സാണ്, ഒരു കുരു പോലും ഇല്ല. തിന്ന് നോക്കിയിട്ട് ഇച്ചിരി മധുരം കുറവാണ്. ഞങ്ങൾ നേരത്തെ പറിച്ചുകൊണ്ടായിരിക്കും അല്ലേ. മറ്റേ ചാമ്പങ്ങ, നാടൻ ചാമ്പങ്ങയൊക്കെ കുരുവുണ്ട്, ഇതിന് കുരുവില്ല.